ഈ നാടകത്തിന്റെ ക്ലൈമാക്സില് നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലുമൊക്കെ നമ്മളെയൊക്കെ കണ്ടിട്ട് ഹാർട്ട് അറ്റാക്ക് ഒന്ന് തീരട്ടെ. അതുപോലൊരു ഷോക്കാണ് സാറേ നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഇനിയും ആ മേഘനെ ജീവിക്കാൻ അനുവദിക്കണോ ആർക്കും? അവന്റെ കൈയും കാലും തല്ലി ഒടിക്കേണ്ട സമയം കഴിഞ്ഞു സാറേ. നമ്മളൊക്കെ ജീവനോടുണ്ടെന്ന് അറിയുന്നത് തന്നെ അവൻ മരിക്കുന്നതിന് തുല്യ. എന്തായാലും ഒരു ഗുണമുണ്ട്, എപ്പോഴൊക്കെ അവന്മാര് നമുക്ക് പിന്നാലെ കൊലയാളികളെ വിട്ടിട്ടുണ്ടോ അതിന്റെയൊക്കെ അവസാനം എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുള്ളത് നമുക്ക് മാത്രമാണ്. കൊല്ലാനായി ആൾക്കാർ പാഞ്ഞെടുത്ത സമയത്തൊക്കെ എന്റെ വൈകല്യങ്ങൾ എന്നെ വിട്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. അതത്ര ചെറിയ കാര്യമല്ല. അതിനൊക്കെ അവരോട് നന്ദി പറയണം. എന്നാ പിന്നെ പോവാം. എങ്ങനെ നോക്കിയാലും ഈ വർഷത്തെ മലചവിട്ടല് വല്ലാത്തൊരു സംഭവമായി പോയി അല്ലേ സാറേ? മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പോലെ സാറിനും പ്രൊട്ടക്ഷൻ തരേണ്ട അവസ്ഥയാണല്ലോ സാറേ. എന്നെ മാത്രമല്ല, നിന്നെ അവർ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. അതിനെന്തിനാ എല്ലാവരും പേടിക്കുന്നേ? നിങ്ങൾക്കൊക്കെയുള്ള സെക്യൂരിറ്റി അല്ലേ അടുത്ത് നിൽക്കുന്നത്. അപകടം മണത്തറിയാൻ ഇവനൊരു പ്രത്യേക കഴിവുണ്ട്. ഇവന്റെ കയ്യിലിരിക്കുന്ന വേലാണ് ഇവനെ സഹായിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. എടാ, നമുക്ക് ചുറ്റും ദൈവത്തിന്റെ ഒരു ഓറയുണ്ടെങ്കിൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. സാറിനും മഹാലക്ഷ്മിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും. വാ, കേറ്, പോവാം. മോളെ, അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. ഇപ്പൊ അവക്ക് എന്തെങ്കിലും സംഭവിക്കേണ്ടതല്ലേ? അവള് വൊമിറ്റ് ചെയ്തതുകൊണ്ട് ഹോസ്പിറ്റലാവേണ്ട സമയം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം മോളെ. എപ്പോഴും വിളിച്ചാലേ അവക്ക് സംശയം തോന്നും. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താടാ, നിന്റെ പെങ്ങളുടെ കുഞ്ഞു പോയോ? അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമൊന്നുമല്ല. അതിനേക്കാളും 1000 മടങ്ങ് സന്തോഷം തരുന്നൊരു വാർത്തയാ ഇപ്പൊ കിട്ടിയത്. 2 ആള് പോയി. മാർക്കോയും അവനോടൊപ്പം ഈ വീട്ടിലെ വല്യേട്ടനും. എവിടെ പോയി? മുകളിലോട്ട് പോയിന്ന്. ഉണ്ണിയേട്ടാ, ഈ കേട്ടത് വിശ്വസിക്കാമോ? എനിക്ക് മേഘേണ്ട മെസ്സേജാ വന്നത്. ദേ നോക്ക്. ശരിയമ്മേ, കണ്ണനും മാർക്കോയും കൊക്കയിൽ വീണ് തീർന്നു. അയ്യോ, രണ്ടും കൽപ്പിച്ച മേഘേട്ടൻ ചരട് വലിച്ചോണ്ടിരുന്നത്. അവസാനം അതിന്റെ ബലം കണ്ടെന്ന് വേണം പറയാൻ. ഇതിൽ പരം ഒരു സന്തോഷം ഇനി കേൾക്കാനില്ലല്ലോ മോനെ. സന്തോഷ ആഘോഷമൊക്കെ പിന്നെ മതി അമ്മേ, എല്ലാം ഒന്ന് ഉറപ്പിച്ചിട്ട്. എത്രയോ തവണ ഇതുപോലെ നമ്മള് മനസ്സ് തുറന്ന് സന്തോഷിച്ചതിന് ശേഷം പിന്നീട് അതിന്റെ ഇരട്ടി കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാലോ. ഇത് അതുപോലെ അല്ല കരുണേ. മലയ്ക്ക് പോയ അയ്യപ്പ സ്വാമിമാർ കൊക്കയിൽ വീണെന്ന വാർത്ത ടിവിയിൽ വന്നു കഴിഞ്ഞു. അതിനുശേഷം അറിയേണ്ടത് മേഘേട്ട അറിഞ്ഞത്. എടാ, ആ വൃത്തികെട്ടവനൊന്നും സംഭവിച്ചില്ലേ ആ സാഗറിന്? അവൻ അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞത്. ആണോ? ആ മാർക്കോയുടെ കൂട്ടുകാരനൊരുത്തനുണ്ടല്ലോ, ഒരു ലോപ്പസ്. അവനാണിപ്പോ സാഗറിന് കൂട്ടിരിക്കുന്നത്. ചിലപ്പോ സാഗറിന്റെയും വെടിതീരും. എടാ, മഞ്ജുവിന്റെ കുഞ്ഞു പോയോ ഇല്ലയോ എന്നറിയാതെ ഞങ്ങള് വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത കേട്ടത് എന്തുകൊണ്ട് നന്നായി മോനെ. ഇനിയിപ്പോ മഞ്ജുവിന്റെ കുഞ്ഞു പോവുമേ. നമ്മള് വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോവുക. എന്ത് വില കൊടുത്തും മേഘേട്ടനെയും മഞ്ജുവിനെയും ഒന്നിപ്പിക്കണം. മേഘേട്ടന്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞാലും ശരി, കണ്ണനെയും മാർക്കോയെ ഇല്ലാതാക്കിയ മേഘേട്ടനോട് നമ്മൾ ഇനി ദേഷ്യം വെച്ചോണ്ടിരിക്കാൻ പാടില്ല. മേഘേട്ടൻ ആഗ്രഹിച്ചതുപോലെ മഞ്ജു മേഘേട്ടനോടൊപ്പം തന്നെ ജീവിക്കണം ഇനിയുള്ള കാലം. ഇതോടെ അവളുടെ അഹങ്കാരത്തിന്റെ മൊനയൊടി. എങ്കിലും അവള് മേഘേട്ടന്റെ അടുത്തേക്ക് പോകുമെന്ന് തോന്നില്ല. അങ്ങനെ പോകണമെങ്കിൽ ഇനി ഒരാളുടെ കാര്യത്തിലും കൂടി തീരുമാനം ഉണ്ടാവണം. നിന്റെ ചേച്ചിയുടെ.
അവള് കണ്ണേട്ടന്റെയും മാർക്കോയുടെ ഒക്കെ ബലത്തിലല്ലേ വിലസിക്കൊണ്ട് നടന്നത്. ഹ, അവര് പോയെങ്കി പിന്നെ അവൾക്കിനി ശക്തിയില്ല ഉണ്ണിയേട്ടാ. അവളുടെ കാര്യം തീർന്നെന്ന് കൂട്ടിക്കോ. എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാ ഉണ്ണിയേട്ടൻ എനിക്കൊരു വലിയ ഗിഫ്റ്റ് തരുന്നത്. ഇത് എന്നോടൊന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിനകത്തുണ്ടായ ഒരു കുളിരുണ്ടല്ലോ, അതെത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. എന്റെ കാര്യവും അങ്ങനെ തന്നെയാ മോളെ. ഹോ, ആകെ കൂടെ മൂടിക്കെട്ടിയ ഒരവസ്ഥയിലായിരുന്നു. ഇപ്പോ ആ കാർമേഘമൊക്കെ അങ്ങ് മാറി ആകാശം തെളിഞ്ഞു എന്റെ മനസ്സിലും. എന്താ കയ്യിലൊരു കവറൊക്കെ? നല്ല അസൽ ആട്ടിറച്ചിയാ, 2 കിലോ അങ്ങ് വാങ്ങി. ആ അമ്മേ, നല്ല അസല് മട്ടനാ. കുരുമുളകൊക്കെ ഇട്ട് ഒന്ന് വരട്ടി വെക്കമ്മേ. കുറെ നാളായില്ലേ മട്ടനൊക്കെ വാങ്ങിച്ചിട്ട്. നിനക്കെന്താടാ ഇന്ന് ഇത്ര സന്തോഷം? വാർത്ത കേട്ടിട്ട് നീ പൊട്ടിച്ചിരിക്കായിരുന്നല്ലോ. അങ്ങനെ സന്തോഷിക്കാൻ മാത്രം എന്തോ ഉണ്ടായിട്ടുണ്ടമ്മേ, അത് നമ്മളോട് പറയാതിരിക്കുക. എടി, എന്തുണ്ടായാലും ശരി, അതൊക്കെ നിനക്കും ഈ കുടുംബത്തിനും ഗുണമുള്ള കാര്യങ്ങളായിരിക്കും. ഒരിക്കലും നിങ്ങൾക്കാർക്കും ദോഷമുള്ള കാര്യമൊന്നും ഞാൻ ചെയ്യത്തില്ല. നീ എന്ത് ചെയ്താലും ശരി, അത് അവസാനം നിനക്ക് ദോഷമായിട്ട് വരാതിരുന്നാ മതി. അമ്മേ, എല്ലാം നഷ്ടപ്പെട്ടവരാ നമ്മള്. പ്രതീക്ഷകൾ മൊത്തം തകർന്നവരാ. അങ്ങനെയുള്ള നമ്മള് ഇനിയാണ് പലതും തിരിച്ചു പിടിക്കാൻ പോകുന്നത്. അതിന്റെ ആദ്യഘട്ടം കഴിഞ്ഞു. മലയ്ക്ക് പോയ അയ്യപ്പന്മാരെ കൊക്കയിലേക്ക് വീണ് മരിച്ചെന്ന് അറിഞ്ഞപ്പോ മുതല് നിന്റെ മുഖം തെളിഞ്ഞതാണല്ലോടാ. അതെ അതെ, കണ്ണേട്ടനും കൂട്ടരും മലയ്ക്ക് പോയതാ. ഇനി അവരാണോ കൊക്കയിലേക്ക് വീണത്? ആ, അത് തന്നെയാ എന്റെ സംശയം. എടാ, നീ പറയാതെ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇതിന്റെയൊക്കെ അവസാനം നിനക്ക് വീണ്ടും ജയിലിൽ കയറേണ്ടി വരരുത്. ഇപ്പൊ അവിടെ നിങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഏട്ടാ, ആ മാനസ വിളിച്ചായിരുന്നോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇങ്ങോട്ട് വിളിച്ചായിരുന്നു അമ്മേ. ഡാ, അവക്ക് ഈ മാസത്തെ നഷ്ടപരിഹാരം കൊടുത്തില്ല, കൊടുക്കണോന്ന്. അല്ലെങ്കിലേ അവള് കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. എന്താടാ, നിന്റെ സന്തോഷമെല്ലാം കെട്ടടങ്ങി പോയോ? അടുത്തത് അവളുടെ ഊഴ. അവളുടെ ആയുസിന് വലിയ ബലമില്ല. അതുകൊണ്ടാ അവൾ എന്നെ ശത്രുവായിട്ട് കണ്ടത്. സാരമില്ലമ്മേ, അവൾക്ക് ചിലപ്പം ഒറ്റയടിക്ക് അവളുടെ നഷ്ടപരിഹാര തുക മുഴുവനും കൊടുക്കാൻ പറ്റിയേക്കും. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഒരു തടസ്സമേ ഉള്ളൂ. അത് അവളാ, ആ മഹാലക്ഷ്മി. അവളെ ഞാനൊരു മൂലക്കിരുത്തിക്കോളാം. അമ്മേ, കണ്ണേട്ടനും കൂടെ പോയവർക്കൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതുറപ്പല്ലേ. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് ദൈവത്തിനറിയാം. ഈശ്വരാ, കാര്യം കഴിഞ്ഞതുകൊണ്ട് ഇനി നടന്നത് പറയാം. അച്ഛൻ കണ്ണന്റെ അച്ഛനെ കൊന്നു, കണ്ണനെ ഞാനും. നിന്റെ സംസാരത്തിൽ എനിക്കിത് മനസ്സിലായിരുന്നു. പ്രത്യേകിച്ച് ആ വാർത്ത കണ്ടപ്പോ
നീ പൊട്ടിച്ചിരിച്ചത് വെറുതെ ആയിരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്താടാ സംഭവിച്ചത്? സംഭവിച്ചതൊക്കെ വഴിയേ പറയാം. എന്തായാലും ഇനി കണ്ണനും മാർക്കോയും ഇല്ല. രണ്ടെണ്ണം കൊക്കയില് വീണ് മരിച്ചു. അതല്ലെങ്കിൽ എന്റെ ആൾക്കാര് രണ്ടെണ്ണത്തിനെയും കൊക്കയിൽ തള്ളിയിട്ട് കൊന്നു. പിന്നെ അവരെ പോലെ തന്നെ വേറൊരുത്തനും മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ സാഗർ. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്നാ കേട്ടത്. ഗുരുതരമായ പരിക്കുകളോടെയാ അവനിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ആ ലോപ്പസ് ഉണ്ടല്ലോ, അവനാ കൂട്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യിച്ച നീയാണെന്ന് അനന്ത് ഉൾപ്പെടെ എല്ലാവരും അറിയൂടാ. ഇത് കേസായാൽ അനന്തു നല്ലൊരു വക്കീലാ. അവൻ വീണ്ടും നിന്നെ ജയിലിൽ കയറ്റും. അങ്ങനെയാണെങ്കിൽ അവന്റെ ആയുസിന്റെ നീളവും കുറയും അച്ഛാ. എടാ, അമിതമായിട്ട് സന്തോഷിക്കരുത്. മരിക്കുന്നവർക്ക് ജീവൻ വെക്കും. അതുപോലുള്ള പ്രാർത്ഥനയാ മഹാലക്ഷ്മിയുടേത്. പ്രതാപനുവായയുടെ അമ്മയും പറയുന്നത് നീ കേട്ടിട്ടുണ്ടല്ലോ. അവളുടെ കയ്യിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന് ജീവനുണ്ട്. അങ്ങനെയുള്ളപ്പോ അയ്യപ്പൻ കണ്ണനെ ശിക്ഷിക്കുവോടാ. അച്ഛനായി പോയി. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞനേ പോ. കണ്ണൻ മരിച്ചു കഴിഞ്ഞിട്ടും ശിക്ഷിക്കോ എന്ന് പറഞ്ഞ ഞാനെന്ത് പറയാനാ? മഹാലക്ഷ്മിയും കണ്ണനും ഇതുപോലെ പല തവണ മരിച്ചിട്ടുണ്ട്. അതുപോലെ അല്ല അച്ഛ ഇത്. കണ്ണനും മാർക്കോയും ഇനി തിരിച്ചു വരത്തില്ല. സാഗറിന് ആ വിധി ഉണ്ടാവാത്തതാ എന്റെ നേരിയ സങ്കടം. തരല്ല, അവനെ ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് എന്റെ പെണ്ണിനെ ഞാൻ തിരിച്ചെടുത്തോളാം. അവള് നിന്റെ കൂടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരുതാനേ എനിക്കറിയാച്ച. എന്റെ വഴി മുടക്കിയ ഒരുത്തനെയും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ഞാൻ വിടില്ല. ഈ വിധി കണ്ണൻ അവൻ ചോദിച്ചു വാങ്ങിയതാ. എന്റെ കുടുംബം തകർക്കാമെന്ന് ഒരുത്തിയെ അവൻ അന്ധമായിട്ടങ്ങ് സപ്പോർട്ട് ചെയ്തു. അതിന് കിട്ടിയ തിരിച്ചടിയാ അവന്റെ മരണം. ഇനിയിപ്പൊ അപ്പച്ചോടുകൂടി ഈ വിവരം വിളിച്ചൊന്ന് പറയണം. അവരെ ആകാംക്ഷയോടെ കാത്തിരിക്കുക വിവരങ്ങൾ അറിയാനായിട്ട്. അവിടെ ഉള്ളവർക്കേ കുറച്ച് ആത്മാർത്ഥതയുണ്ട്. അപ്പച്ചിക്കും കരുണയ്ക്കും ഉണ്ണിക്കും ഒക്കെ. ഓ, ഇവിടാണ് അതില്ലാത്തത്. അതുകൊണ്ടാ അച്ഛനോട് പോലും ഞാൻ ഇതൊന്നും പറയാത്തത്. കണ്ണൻ പോയി അവന്റെ അച്ഛന്റെ ലോകത്തേക്ക്. കുഞ്ഞു പോയ ദിവസം ഞാൻ അലറിക്കരഞ്ഞത് ഉണ്ണേട്ടന് ഓർമ്മയുണ്ടോ? അതിനേക്കാളും അവള് കരയണം. പ്രാണനാഥൻ പോയതോർത്ത് അവളുടെയും പ്രാണൻ പോണം. കണ്ണനില്ലാത്ത ലോകത്ത് അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റരുത്. നല്ല നല്ല വാർത്തകൾ കേട്ടതല്ലേ? ദാ നല്ല മധുരമുള്ള വെള്ളം ചേർക്കാത്ത ജ്യൂസ് കുടിക്ക്. എന്നാലും മോനെ, അവനും കൂടെ പോയില്ലല്ലോ ആ സാഗറേ. അവൻ ക്രിട്ടിക്കലാണെന്നല്ലേ അറിഞ്ഞത്. മിക്കവാറും പോവുമായിരിക്കും. മഞ്ജുവിന്റെ കുഞ്ഞിപ്പോ പോയി കാണുവമ്മേ? അറിയത്തില്ല മോളെ. ഈ സന്തോഷത്തിനിടയില് അത് ചോദിക്കാനായിട്ട് അവളെ വിളിച്ചതുമില്ലല്ലോ. എന്നാ പിന്നെ പെട്ടെന്ന് വിളിക്കേ. അല്ല, അവളും അവളുടെ കൂടെ ഉള്ളവളൊക്കെ കണ്ണന്റെ കാര്യം ഇപ്പൊ അറിഞ്ഞു കാണുമായിരിക്കൂ. കൊക്കയില് വീണവന്റെ മുഖം തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അറിയാനുള്ള വഴിയൊന്നുമില്ല. പിന്നെ വാർത്ത കേട്ടെങ്കിലേ സംഭവം അവരറിയത്തുള്ളൂ. അമ്മയുടെ മോൾക്കിത് ഒരു ഷോക്കല്ലല്ലോ അമ്മേ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അവള് അതിനുശേഷം കേൾക്കാൻ പോകുന്നത് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാഗറിനെ പറ്റി. അനുഭവിക്കട്ടെ മോളെ അവള്. അതുപോലെയല്ലേ അവള് നമ്മളെയൊക്കെ നാണം കെടുത്തിയത്.
അത് മാത്രമല്ല അമ്മേ, എന്തോ വലിയ കാര്യം ചെയ്യും പോലെയല്ലേ അവള് ഏട്ടത്തി വിളിച്ചോണ്ട് ഇവിടുന്ന് പോയത്. അവരെ കൂടെ കൂട്ടുന്നത് ഭാഗ്യദോഷമെന്ന് അവള് മനസ്സിലാക്കട്ടെ. കണ്ണേട്ടനെ അടക്കി കഴിഞ്ഞാൽ മഞ്ജുവിനെ മഹാലക്ഷ്മി 2 തട്ടാക്കും. മഞ്ജുവിനെ എല്ലാ രീതിയിലും പഴയ മഞ്ജു ആക്കി നമുക്ക് തിരിച്ചുകൊണ്ടുവരണം. എടാ അതിന് പ്രയാസമാന്നാ തോന്നുന്നേ. അതുപോലൊരു മാറ്റം അവൾക്കുണ്ടായിരിക്കുന്നേ. എന്ത് മാറ്റം എന്ന് പറഞ്ഞാലും ജീവിക്കാൻ മാർഗം ഇല്ലാതായാൽ അവൾ 10 മടക്കി തിരിച്ചെത്തും അമ്മേ. ആ മാർക്കോ ജീവനോടെ ഉണ്ടായതുകൊണ്ടാ അവൾ ഇപ്പോഴും ആ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നത്. മാർക്കോ മരിച്ചില്ലേ, മേഘേട്ടൻ തന്നെ അവളുടെ ആ ജോലി കളഞ്ഞോളും. പിന്നെ അവൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കാൻ പറ്റുമോ? മോളെ, ഇതിനിടയ്ക്ക് വേറൊന്നും നമ്മൾ ഭയക്കണം. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കടുങ്കൈ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. അപ്പൊ പിന്നെ കണ്ണന് പുറകെ മഹാലക്ഷ്മിയും കൂടി ഇല്ലാതായാൽ ബാക്കി സ്വത്തും കൂടി എനിക്ക് ഉണ്ണിയേട്ടനും അനുഭവിക്കാമല്ലോ. അതേപ്പറ്റി ഒന്നും ചിന്തിക്കാതെ അമ്മയൊന്ന് അവളെ വിളിക്ക്. അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്ന് അറിയാലോ. ശരി മോളെ. വീണ്ടും വിളിക്കുന്നു. അമ്മയാ. കുഞ്ഞു പോയോന്നറിയാനുള്ള വിളിയാ. ഇങ്ങെടുക്ക. ഹലോ. ഹലോ മോളെ, എന്തായി മോളെ? മോളല്ല, മരുമോളാ. ഓ, നീയായിരുന്നോ? നീ എന്തിനാ എന്റെ കുഞ്ഞിന്റെ ഫോൺ എടുത്തത്? അമ്മയുടെ കുഞ്ഞിന് മൊബൈൽ എടുക്കാൻ പറ്റാത്തോണ്ട് തന്നെ. അയ്യോ, അവക്ക് എന്ത് പറ്റി? എന്ത് പറ്റിന്ന് പറയാം. അതിനു മുമ്പ് ഇന്ന് രാവിലെ മഞ്ജുന് ചായ കൊടുത്തപ്പോ അതിനകത്ത് മറ്റെന്തെങ്കിലും ചേർത്ത് കൊടുത്തായിരുന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? മഞ്ജുന്റെ കുഞ്ഞു പോയി. അവളിപ്പോ ഹോസ്പിറ്റലിലാ. അയ്യോ, ഹോസ്പിറ്റലിലോ? നീ എന്തൊക്കെയായി പറയുന്നേ? ഏത് ഹോസ്പിറ്റലിലാ എന്റെ കുഞ്ഞ്? എന്താ അമ്മേ, അവൾ ഹോസ്പിറ്റലിലായോ? ആ മോളെ, ഹോസ്പിറ്റലിലാ. ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ല, കട്ട് ചെയ്ത് കളഞ്ഞു. ആ, ഇപ്പൊ നമ്മളാ പ്രതി എന്നാ അവള് പറയുന്നത്. നമ്മള് തന്നെയാ പ്രതി. പക്ഷേ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല അമ്മേ. അവളെ നമുക്ക് പ്രതിയാക്കണം. ആ മോളെ, ഇന്ന് തന്നെ മഞ്ജു ഡിസ്ചാർജ് ആവും. അതെങ്ങനെയാവും? എനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട ശേഷം ഞാൻ 2-3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നില്ലേ അമ്മേ? മോളെ, അത് 4-5 മാസം വളർച്ചയുള്ള കുഞ്ഞല്ലായിരുന്നോ? ഇത് കുഞ്ഞങ്ങോട്ട് മുട്ടിട്ടതല്ലേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോ 1-2 മണിക്കൂർ അവിടെ കിടന്നാ മതി. അത് കഴിഞ്ഞാ ഡിസ്ചാർജ് ആവും. അതുകൊണ്ട് അവള് ഹോസ്പിറ്റലിന്റെ പേര് പറയണ്ട. നമുക്ക് കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോവാം, അവളുടെ വീട്ടിലേക്ക്. കുറെ നാളുകൾക്ക് ശേഷം ഇന്നാണ് എല്ലാ അർത്ഥത്തിലും ഒരു സന്തോഷം ഉണ്ടാവുന്നത്. അത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ അമ്മേ? മോള് പറഞ്ഞാ മതി മോളെ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിത്തരാം. ആ പിന്നെ എന്റെ മേഘനും വരാതിരിക്കത്തില്ല. ആ, കണ്ണന്റെ ബോഡി കാണാനായിട്ടേ ആൾക്കാര് വന്നും പോയി നിൽക്കുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും ഒന്ന് ആഘോഷിക്കണം. എത്ര പെട്ടെന്ന് അമ്മേ മഹാലക്ഷ്മിയുടെയും മഞ്ജുവിന്റെയൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നടിഞ്ഞത്. അത്രത്തോളവേ അവളുമാര് നമ്മളെ വേദനിപ്പിച്ചു മോളെ. എനിക്കെന്റെ മോളെ തിരിച്ചു പിടിച്ചേ പറ്റൂ. കണ്ണന്റെ സ്വത്തുക്കളെ എന്റെ 2 മക്കളും അനുഭവിക്കേണ്ടത്. പിന്നെ എന്റെ മരുമോളായ നീയും. അതിനിടയിലേക്ക് വലിഞ്ഞു കയറി വന്നു മഹാലക്ഷ്മിയും സാഗറും ഒക്കെ.
വന്നതുപോലെ തന്നെ പോണം. എല്ലാം അടിയറ വെച്ചിട്ട്. ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയട്ടെ മോളെ. അത് കഴിഞ്ഞ് മേഘനയും ഉണ്ണിയെയും മുൻനിർത്തി നമുക്കെല്ലാം വെട്ടിപ്പിടിക്കണം. ഞാൻ പറഞ്ഞില്ലേ മോളോട്, മണ്ഡലകാലം കണ്ണന് നല്ലതല്ല. അതവന്റെ ജന്മമാസം കൂടിയാ. ഒരു മണ്ഡലകാലത്ത് മല ചവിട്ടാൻ വേണ്ടി മാല ഇട്ടപ്പോഴാ അവനവന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാ ദേ ഇത്തവണ വീണ്ടും അവൻ ആ സാഹസം കാണിക്കാൻ പോയത്. അതിനുള്ള ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞു. അയ്യപ്പസ്വാമിയാണ് മഹാലക്ഷ്മിയുടെ ശക്തിയെങ്കിൽ ഭഗവാന് കണ്ണനോട് എന്തോ ശത്രുതയുണ്ട്. അതുകൊണ്ടാ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന മാസങ്ങളില് അവൻ ഇതുപോലെ ഓരോ തിരിച്ചടികൾ ഉണ്ടാവുന്നത്.